മമ്മി എന്തോ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് 5 വർഷമായി. എന്താ പറയുന്നു? 5 വർഷമായോ എന്നിട്ട് വർഷമായോ കല്യാണം കഴിഞ്ഞിട്ട്? എന്റെ 2 വർഷമായ പോലെ എനിക്ക് തോന്നുന്നുള്ളൂ. കണ്ടോ, മമ്മിക്ക് ഞാനിവിടെ ഉള്ളത് സമയം പോകുന്ന പോലും അറിയുന്നില്ല കേട്ടോ. മമ്മി, എനിക്ക് എന്നെ ഇഷ്ടാണോ? ഇഷ്ടമാണ്. സംഭവിക്ക് ഞാൻ പാർട്ട്ണറായിട്ട് വന്നതിൽ സന്തോഷമുണ്ടോ? സംഭവിക്ക് പാർട്ട്ണറായി വന്നെങ്കില് പറയാം, സന്തോഷമായിട്ട് ജീവിക്കുക, അത്രേ ഉള്ളൂ പറയാൻ. മമ്മി അങ്ങനെയല്ല ചോദിക്കുന്നേ. മമ്മിക്ക് ഇന്ന് കുഞ്ഞേച്ചി ചോദിക്കുന്നത് ഞാൻ കുഞ്ഞേച്ചിനോട് ആദ്യം ചോദിക്കാം. അപ്പൊ കുഞ്ഞേച്ചിക്ക് പറയാൻ അറിയാം. അങ്ങനെ 5 വർഷമായി ഞാൻ ഈ വീട്ടിലേക്ക് വന്നിട്ട്. പറയൂ, എങ്ങനെയുണ്ട്? എന്നെ പറ്റി എന്ത് തോന്നണു? ഓ, അതല്ല തോന്നണ്ടേ, എന്നെ പറ്റി എന്ത് തോന്നണു? വേറെ വേറെ എന്തായിരുന്നു? ആങ്ങളയ്ക്ക് വേറെ ഭാര്യയായിരുന്നോ നല്ലത്, ഞാനായിരുന്നോ നല്ലത്? ഞങ്ങളുടെ ഭാര്യയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഞാൻ തന്നെയായിട്ട് ഭാര്യ അങ്ങനെയല്ല, ഒരു കുഞ്ഞാവയും കൂടെ ഭാര്യയായിട്ട് കൂട്ടിയിട്ടില്ലേ? ഒരു കുഞ്ഞാവയും കൂടെ പപ്പയ്ക്കും മമ്മിക്കും ഉണ്ടായി. അത് ഇച്ചിരി മുഴുത്ത് വന്നു എന്ന് മാത്രം. സീരിയസ് ആണ്, സീരിയസ്. എനിക്ക് ഈ കോളത്ത് ഇരുന്നിട്ട് എന്നെ തന്നെ എനിക്ക് മനസ്സിലാവുന്നില്ല. നിന്ദ്രിയെ കാണിച്ചു വെച്ചേക്കുന്നേ. ഞാനൊന്ന് ഒരുക്കി കൊടുത്തതാ. എല്ലാവരും ഐലൈനർ എന്തിയെ എടുത്തു വെച്ചോ? പെൻസില് എവിടെ? എല്ലാവരും നാത്തൂൻ നാത്തൂൻ എന്ന് പറയുമ്പോ എന്താ പറയാ ഉള്ളവരോട്? നാത്തൂനല്ല, നിന്നൊക്കെ ഇങ്ങനെ നാത്തൂനായിട്ട് കാണും. ഷീസ് മൈ ബേബി. ദിസ് ഇസ് എ ചെല്ലക്കുട്ടി. ഞാൻ സത്യസന്ധമായിട്ട് ഞാൻ പറയാം, ഇവര് ശരിക്കും സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുഞ്ഞാവ് പറയുന്നേ, അത് നമ്മുടെ സാമ്പോ പറയുന്നത്, എന്നെ ആദ്യം മമ്മി പ്രസവിച്ചല്ലോ, ഞാൻ മൂത്ത സന്തതിയായി പോയി, അതങ്ങനെ ആയിപ്പോയി. അപ്പൊ രണ്ടാമത് അവനെ പ്രസവിച്ചല്ലോ, അപ്പൊ മമ്മിക്ക് ഇരട്ടപ്പിള്ളേരായിരുന്നു ഉണ്ടായിരുന്നെന്നാണ് അവൻ പറയുന്നത്. ഒന്നിവള് ഒന്നവൻ. അപ്പൊ മമ്മി തിരിഞ്ഞു വന്നപ്പോ മമ്മീന്റെ ഡിക്കി തട്ടിയിട്ട് ഇവള് താഴെ ചാടിപ്പോയി. അങ്ങനെ 2 വർഷം ലേറ്റ് ആയിട്ട് താഴെ പോയിട്ട് അപ്പൊ വേറെ വീട്ടിൽ പോയി ജനിച്ചു. അങ്ങനെയാണ് ഇവിടെ ഇപ്പൊ പറയപ്പെടുന്നത്. അതുകൊണ്ടായിരിക്കും ഇങ്ങനെ സിമിലാരിറ്റീസ് ഒക്കെ. അപ്പം പക്ഷെ കുട്ടി ഞങ്ങളുടെ അടുത്ത് എത്താൻ കുറച്ച് വൈകി. പക്ഷെ എനിക്ക് അങ്ങനെയൊന്നും തോന്നുന്നില്ല. ഇവള് കുഞ്ഞിലേ തൊട്ട് ഇവിടെ ഇങ്ങനെ വളർന്നു വന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു എനിക്ക് ഒരു അനിയത്തി വേണം. ഇത് ഒരുമാതിരി ചാർലി ചാപ്ലിന്റെ മുഖം. എന്നാലും ഞാൻ പറയാം, എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു എനിക്ക് ഒരു അനിയത്തിയും കൂടെ വേണം. അപ്പൊ എനിക്ക് ഒരാങ്ങളെ ചെറുക്കനാണല്ലോ ഉള്ളത്. അപ്പൊ ആങ്ങളെ കൊച്ച് നോക്കി നോക്കി അത് വലുതായി മുഴുത്തു. അപ്പൊ എനിക്കിങ്ങനെ ഒരുക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഞാൻ മമ്മീനോടും പപ്പനോടും പറയും, സാരമില്ല, എനിക്കൊരു 10-20 വയസ്സായിട്ടല്ലേ ഉള്ളൂ, നിങ്ങൾ ഒരു പെൺകൊച്ചിനെയും കൂടെ താ, ഞാൻ നോക്കാം. പപ്പയും മമ്മി എന്നെ കൊല്ലാത്തത് എന്റെ എന്തോ ഭാഗ്യം. കുഞ്ഞാവ് സർപ്രൈസ് ആയിട്ട് ഒരു ഗിഫ്റ്റിന് ഇങ്ങോട്ട് കൊണ്ടുവന്നോ. അതൊരു കുട്ടി ബേബി ആയിരുന്നു. പക്ഷെ ഇവളിങ്ങനെ നാത്തൂനായിട്ടോ. പപ്പയ്ക്കും മമ്മിക്കും ഒരു കൊച്ചും കൂടെ അങ്ങ് ഉണ്ടായി, എനിക്ക് ഒരു കൊച്ചിനെയും കൂടെ കിട്ടി. ഞങ്ങക്ക് ഈശോ ആയിട്ട് കനിഞ്ഞ് അനുഗ്രഹിച്ച് നമുക്ക് ഒത്തിരി എല്ലാവർക്കും എന്താ പറയാ പോസിറ്റീവ്സ് നെഗറ്റീവ്സ് ഒക്കെ ഉണ്ടായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ഒത്തിരി പേര് ഇങ്ങനെ കമന്റ് ചെയ്തു, എങ്ങനെയാ ഒരു വീട്ടിൽ എങ്ങനെ ഒരുമിച്ച് ജീവിക്കുന്നത്? നാട്ടുകാരും വീട്ടുകാരും ഒരു പ്രശ്നം ഉണ്ടാകാതിരിക്കില്ല. കുടുംബക്കാരും നാട്ടുകാരും ഒക്കെ ചോദിക്കും, ഈ പെണ്ണിവിടെ തന്നെയാണോ? എന്നോട് ചോദിക്കുന്നേ, സ്വന്തം വീട്ടിൽ പോകാറില്ലേ? അപ്പൊ കുഞ്ഞേച്ചിനെ വിളിക്കുന്നേ, ഏത് നേരം സ്വന്തം രണ്ടും കേൾക്കുന്നുണ്ട്. അപ്പൊ എങ്ങനെയാ രണ്ടുപേരും വഴക്കൊന്നും കൂടാറില്ലേ? എങ്ങനെയാ ഒരുമിച്ച് പോകുന്നേ? ഭയങ്കര സാധനമായിരിക്കും ഇങ്ങനെയൊക്കെ. എന്റെ പൊന്നളിയ, നിങ്ങൾ എന്തോരം കുത്തിത്തിരിപ്പ് ഉണ്ടാക്കിയിട്ടും കാര്യമില്ല. ഏക്കുല്ല. അപ്പൊ എന്റെ കൈസിന്റെ ഡാദി വന്നിട്ടുണ്ട്. പപ്പയ്ക്ക് എന്ത് തോന്നുന്നത് എന്നെ കണ്ടിട്ട്? പപ്പനെ മുണ്ട് ഊരി വെച്ചു. പപ്പനെ കഴിഞ്ഞു. അല്ല, പപ്പ പറഞ്ഞാണ് കറക്റ്റ്. ഇവിടെ വെട്ടം പോയല്ലോ. വെട്ടം നാരങ്ങ. പപ്പേ, അങ്ങനെ 5 വർഷമായി ഞാൻ ഇവിടെ വന്നിട്ട് കല്യാണം കഴിഞ്ഞിട്ട്. ഇവർക്ക്
അല്ല ഇവിടെ കെട്ട് കല്യാണം കൂടെ നടത്തിയപ്പോ ഏത് കല്യാണം ഒരു ഓർമ്മയില്ല. ഇവിടെ പണ്ട് തൊട്ട് ഇവിടെ ഉള്ള പോലെ ഇല്ലേ ഇവള് ഈ ഇടയ്ക്ക് കയറി വന്ന ഒരു സാധനമായിട്ട് സാധനം മീൻസ് നിങ്ങൾ ഇനി അതിന് ഇങ്ങോട്ടായിട്ട് ഇടയ്ക്ക് വന്ന ഒരാളായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതാ അടുത്ത മമ്മി ബാ കൈസ ഇല്ലാണ്ട് ഒരു രസമല്ല ഇവിടെ. കൈസാണ് ഇവിടുത്തെ കൈസാണ് ഇവിടുത്തെ കുഞ്ഞേച്ചിയാണ് ഞങ്ങളുടെ വീടിന്റെ ഐശ്വര്യം. ബാ മമ്മി. ഇനി മമ്മീന്റെ എന്താ പറയാനുള്ളത് നമുക്ക് നോക്കാം കേട്ടോ. എനിക്കിപ്പോ എന്ത് പറയാൻ, എനിക്കിപ്പോ ഒന്നും തന്നെ പറയാനില്ല. അതെന്താ മമ്മി കൈസന്റെ മമ്മി 5 വർഷമായി. ഹാപ്പി വെഡിങ് 5 വർഷം. താങ്ക് യു. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. എനിക്ക് എങ്ങനെയാ പറയണ്ടേ, ഒരു കുഞ്ഞി കൊച്ചിന്റെ സ്വഭാവമല്ലേ നിനക്ക്? മമ്മിക്ക് എന്നെ ബോറടിച്ച മമ്മി? ഒരു ബോറൊന്നും അടിച്ചില്ല. ഒരു കുഞ്ഞി കൊച്ചിന്റെ സ്വഭാവമാണ് നിനക്ക്. ഒരു കുഞ്ഞ് കൈവാവേ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ശരിക്കും ഞാൻ ഇവിടെ ഈ വീട്ടിൽ വന്നിട്ട് 6 വർഷമായിട്ടോ. കല്യാണം നടത്താൻ നമ്മള് ഒരു വൈകി ട്രയൽ ചെയ്തു, ടെസ്റ്റ് കൊറേ നാൾ ഇവിടെ നിർത്തി നോക്കി, കൊറേ നാൾ ആശുപത്രി നിർത്തി നോക്കി. സെറ്റ് ആവണം. ഇവള് കംഫർട്ടബിൾ ആണോ നമ്മൾ നോക്കണല്ലോ. നമുക്ക് ട്രയലിന് തന്നോട്ടോ പൊന്നുവിനെ നമ്മളൊരു ജൂൺ മാസം തൊട്ട് ഫെബ്രുവരി വരെ നമ്മൾ ട്രയൽ കൊടുത്തു. നമ്മൾ ആൾക്കാരൊക്കെ ഓക്കെ ആണോ, വീടൊക്കെ ആണോ, നമ്മൾ അത്രയ്ക്കും ഭയങ്കര ജെന്യൂൻ ആയിട്ട് നമ്മൾ വളരെ ബ്രോഡ് മൈൻഡഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. പൊന്നുവിന്റെ അത്രയും വലിയൊരു ഓഫർ ഒരാൾക്കും കിട്ടിയിട്ടുണ്ടാവില്ല. വീട്ടുകാരെ ടെസ്റ്റ് ചെയ്യാൻ, ഭർത്താവിനെ ടെസ്റ്റ് ചെയ്യാൻ, പപ്പ മമ്മി കുടുംബക്കാര് ഫാമിലിനെ ഒന്ന് ടെസ്റ്റ് ചെയ്യണം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ മാത്രം ടെസ്റ്റ് ചെയ്താൽ മതി, വീട് ഒക്കെ ആണോ എന്നൊക്കെ നോക്കണമെന്ന് പറഞ്ഞായിരുന്നു. അപ്പം നമ്മുടെ പൊന്നപ്പൻ ജൂൺ ജൂലൈ ആഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഡിസംബർ ജനുവരി ഫെബ്രുവരി 9 മാസം ടെസ്റ്റ് ചെയ്തു നമ്മളെ. നിങ്ങൾ ആലോചിക്കണം, 9ാമത്തെ മാസമാണ് ഇവള് ഓക്കെ പപ്പേ ഞാൻ ഇച്ചേനെ സ്നേഹപൂർവ്വം സ്വീകരിക്കാൻ തയ്യാറാണ്. അപ്പോൾ എന്നോട് പറഞ്ഞു കുഞ്ഞേച്ചേനെ മുക്കണം. കുഞ്ഞേച്ചി എന്റെ താഴ്ത്തൊട്ടമ്മയാണ്. അങ്ങനെ ഔദ്യോഗികമായി ഞാൻ അവക്കടെ അമ്മയാണ്. ഇനി ഇത് കഴിയുമ്പോ ഒരു 2-3 മാസം കഴിയുമ്പോ അടുത്ത ആനിവേഴ്സറി വരും. അതായത് ഇത് കൂട്ടുകാരെ അടുത്ത് വരുന്നത് ഏപ്രിൽ 2-ാം തീയതി ആയിരിക്കും കേട്ടോ. അതുവരെ നിങ്ങക്ക് വെയിറ്റ് ചെയ്യാം. ഇച്ചേനോട് ഇഷ്ടം പറഞ്ഞിട്ട് 10 കൊല്ലായി. അല്ല ഇതിപ്പോ ഇന്നത്തെ അല്ലേ, നാളെ അടുത്ത ആനിവേഴ്സറി ഉണ്ടല്ലോ. ഇതൊക്കെ എപ്പോ സംഭവിച്ചു? ഞാൻ ഇവരോട് പറഞ്ഞു ഇവര് തമ്മില് ആണ്. അപ്പൊ എന്നോട് നോക്കണീന്ന്. അപ്പൊ അതെന്താ, അതുകൊണ്ട് ഞാനൊരു പൂവമ്പഴം പോലത്തെ ഒരു കൊച്ചിനെ കിട്ടിയില്ല ഇവിടെ. അല്ല ഇനി പൊന്നിനോട് ചോദിക്കട്ടെ. ഇത്രയും ചോദ്യം നീ ചോദിച്ചു. നീ അവിടെ ഇരിക്കുക, സിറ്റ് ഡൗൺ. മമ്മി ഇവിടെ പണിയെടുത്തോണ്ടിരിക്കുകയാണ്. നീ വന്നിട്ട് 6 കൊല്ലായി, മീൻസ് 6 കൊല്ലം ആവാൻ പോവാണ്. ശരിക്കും ഈ വെഡിങ് ആനിവേഴ്സറി കഴിഞ്ഞിട്ട് 5 ഉള്ളൂ. ഈ 6 വർഷത്തിനിടയ്ക്ക് ഹൗ ഡു യു ഫീൽ ആഫ്റ്റർ മാരേജ് ആൻഡ് ബിഫോർ മാരേജ്? നീ പറ, നിന്റെ അഭിപ്രായം കേൾക്കാനാണ് എല്ലാരും ഇതായിട്ടിരിക്കുന്നത്. സത്യസന്ധമായിട്ട് പറയണം. കൂട്ടുകാരെ, നമ്മള് കല്യാണം കഴിക്കുമ്പോ നമ്മുടെ പെൺകുട്ടികളുടെ മൈൻഡിൽ കണ്ടോ നിക്കറിട്ട കുട്ടി. ഏത് നിക്ക്? ശരിയാ. നടപ്പ്, സംസാരം, സൗണ്ട്, നിന്റെ ഔട്ട്ലുക്ക്, എന്റെ എല്ലാം ഞാനെന്നുള്ള ഫിസിക്കലി, മെന്റലി, ഇമോഷണലി, സ്പിരിച്വലി. മുന്നേ എനിക്ക് വേറെ പേരും വേറെ ആളും, ഇപ്പൊ വേറെ പേരും വേറെ ആളും, അങ്ങനെ കറക്റ്റ് ട്വിസ്റ്റ് ചെയ്ത് ഞാൻ ആയിട്ടോ. അതായത് കൂട്ടുകാരെ, ഇങ്ങനെ ഒരു മമ്മി, ഇതുപോലൊരു മമ്മീനെ ഒന്നും കിട്ടാന് നിങ്ങൾ ഭാഗ്യം ചെയ്യണം, സുഖം ചെയ്യണം. കിട്ടിയത് കൊണ്ട് എനിക്ക് ഏറ്റവും വലിയ ലോട്ടറി ആയിട്ട് ഞാൻ എപ്പോഴും പറയുന്നത് പപ്പ, മമ്മി, കുഞ്ഞേച്ചി, അളിയൻ, ഡൂഡു. ഞാൻ 3-ാം സ്ഥാനം ആലേടി. മമ്മി, പപ്പ, ഇവര് ഒരുമിച്ച് കൂട്ടുകാരെ എല്ലാരും ഒരുമിച്ച് എനിക്ക് ഈ ഒരു കുടുംബം
എനിക്ക് കിട്ടിയതില് റൈന ബക്കു അത്ര അവരെ വരെ കിട്ടിയതിൽ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അയ്യോ എനിക്ക് 5-6 വർഷമായി നിന്ന് എനിക്ക് വേറെ വീടാന്ന്, എനിക്ക് ഇവിടുന്ന് എങ്ങും പോകണ്ട കേട്ടോ. എല്ലാവരും എന്നോട് പറയാ സ്വന്തം വീട്ടിൽ പോയി നിൽക്കും, ഇതാണ് എന്റെ സ്വന്തം വീട്. അപ്പൊ ഞാനിവിടെ ഇല്ലാത്തതാണെങ്കിലോ? അയ്യോ കഞ്ഞിയില്ലാത്ത ഉപ്പ് പോലെ, പക്ഷെ ഉപ്പില്ലാത്ത കഞ്ഞി പോലെ ഉണ്ടോ? ഇല്ലാത്ത ഉപ്പ് പോലെ. ട്രാവൽസ് ഉണ്ടല്ലോ. മമ്മി ഉപ്പിന് കഞ്ഞിക്ക് ഉപ്പില്ലെങ്കിൽ ഉപ്പിന് കഞ്ഞിയില്ലെങ്കിലും ഉപ്പ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സംഭവമല്ല. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ ഉപ്പുണ്ടെങ്കിൽ ഏതൊരു കറിക്കും രുചി ഉണ്ടാവുള്ളൂ. ഉപ്പില്ലെങ്കിൽ ഒരു രുചിയില്ല. ഇല്ല. അപ്പൊ മമ്മീനെ ഇമ്പോർട്ടന്റ് ആയിട്ട് പറഞ്ഞതാണ് ഇപ്പൊ തെറ്റ്. അതായത് കൂട്ടുകാരെ എല്ലാവർക്കും ഒരേ മൈൻഡ് സെറ്റ് ഉള്ള ഒരു വീട്ടിലേക്കാണ് വന്നത്. അത് കാരണം എന്താ പറയാ, എനിക്ക് അങ്ങനെ ഒന്നും പറയാനൊന്നുമില്ല. നീ ഭയങ്കര സന്തോഷവും സമാധാനവും ഒരു പെൺകുട്ടീനെ സംബന്ധിച്ച് അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ജീവിക്കുക. എന്താ അമ്മ പറയുന്നതിന്? ഇവക്ക് വർത്താനം പറയാൻ അറിയില്ല. ഞാൻ പറയാം, അങ്ങനെയല്ല ഞാൻ പറയാം പൊന്നു എങ്ങനെയായിരുന്നു എന്ന്. പൊന്നു എങ്ങനെയാണെന്ന് വെച്ചാ ഭയങ്കര ഒരു പാവം കൊച്ച്. പാവം എന്ന് പറഞ്ഞാൽ എനിക്കൊരു കാര്യം പറയണ്ട്. ഞാനിവിടെ വന്ന ദിവസം ഈ ഡൈനിങ് ടേബിളിൽ ഇരുന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് വിളിച്ചു കേട്ടോ. ഇവിടെ വന്നപ്പോ ഇവിടെ എല്ലാവരും ഭയങ്കര ഓക്കെ എല്ലാവരും സന്തോഷമുണ്ട്, വന്ന് കയറിന്റെ ഒരു വിഷമം അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. കുറച്ച് ഇങ്ങോട്ട് എല്ലാവരും ഭയങ്കര സന്തോഷം, കുറെ ആൾക്കാരൊക്കെ വരുന്നു. അപ്പൊ ഫുഡ് കഴിക്കാൻ നേരത്ത് ഇരുത്തി മമ്മി എന്നെ ഇരുത്തുന്ന എനിക്ക് ഓർമ്മയുണ്ട്. പപ്പ എനിക്ക് ചോറ് വിളമ്പി തരുന്നു. ഞാനിനി ഞെട്ടി. പപ്പ എന്നോട് ചോദിക്കുന്നുണ്ട് ചോറ് മതിയോ, കൊച്ചിന് വേണോന്ന് ചോദിച്ചിട്ടോ. ആദ്യം ഒന്ന് വിളിച്ച് അങ്ങനെയായിരുന്നു കേട്ടോ. ഞാൻ നോക്കൂ ഇങ്ങനെ കേട്ടോ. അപ്പൊ അച്ഛനോട് ചോദിച്ചു ഇതെന്താണ് നീ മിണ്ടാത്ത കൊച്ചിനാണോ കൂട്ടിക്കൊണ്ടുവന്ന്? അതിന് ഒച്ചയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ എനിക്ക്. ഞാൻ പറയാം കംപ്ലീറ്റ് ഇടയ്ക്ക് നിനക്ക് സമയം തരാം. അപ്പം പൊന്നു ഇങ്ങനെയല്ല മുന്നേന്ന് വെച്ചാ ഇപ്പത്തെ സുന്ദരി പൊന്നു അല്ല, മുന്നത്തെ പൊന്നു. അപ്പൊ പൊന്നൂന് സൗണ്ട് ഒച്ചത്തി സംസാരിക്കില്ല. ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ തലയൊക്കെ കുനിച്ച് ഇവിടെ നടക്കുന്ന അറിയില്ല, കുളിച്ചറിയില്ല, ഛർദിച്ചറിയില്ല, വെള്ളം കുടിക്കുന്ന പോലും ആ വെള്ളം പോലും അറിയത്തില്ല ഇതിങ്ങനെ കുടിക്കുന്നുണ്ട്. ഇങ്ങനെ ഒരാൾ ഈ വീട്ടിലുണ്ടെന്ന് നമ്മൾ ആരും അറിയത്തില്ല. അപ്പം ഇവിടെ വന്നപ്പം ഇവിടുന്ന് കുളിക്കുകയാണ്. അപ്പൊ ഞാനും മമ്മി ഞങ്ങളെല്ലാരും അവിടെ ഉണ്ട്. അപ്പൊ ഒച്ച കേൾക്കുന്നില്ല, വെള്ളത്തിനെങ്കിലും ഒച്ച കേൾക്കൂലോ. അപ്പം ഞാനും മമ്മിയോട് ചോദിച്ചു, മമ്മി അവിടെ ഒന്ന് വിളിച്ചു നോക്കും, ഒച്ചയൊന്നും കേൾക്കുന്നില്ലല്ലോ. മമ്മി ഷവറിലല്ലേ കുളിക്കണം, പിന്നെ എങ്ങനെ ഒച്ച കേൾക്കാനാ? പറഞ്ഞു. മമ്മിയെ വിളിച്ചു നോക്കിയപ്പോ ആളവിടെ ഉണ്ട്. അപ്പൊ നീ കുളിക്കുന്നില്ലേ? കുളിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ദൈവം ഈ പെണ്ണ് കുളിക്കുന്നില്ല, ചുമ്മാ തോർത്തിന് മുക്കിയിട്ട് തുടയ്ക്കുവാണ്. പേടിച്ചിട്ട് ടെൻഷനായിട്ട് പുതിയൊരു വീട്ടിലേക്ക് വന്നല്ലേ. അപ്പം അല്ല നമുക്ക് മനസ്സിലാവും പെട്ടെന്ന് നമ്മുടെ ആ ഒരു സ്പേസിൽ നിന്ന് എനിക്ക് ശരിക്കും മനസ്സിലാവും. കാരണം എന്റെ സ്വന്തം ഒരു വീട്ടിൽ നിന്ന് മറ്റൊരു വീട്ടിലേക്ക് നമുക്ക് പോകുമ്പോൾ നമുക്കൊരു പാനിക്കായിരിക്കും. മറ്റുള്ളവർ എന്ത് വിചാരിക്കും, ഇത് എന്റെ വീടല്ലല്ലോ, വേറെ ഒരു സ്ഥലത്താണ്, അങ്ങനെയൊക്കെ ഭയങ്കര ഒരു ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ ഇനി അങ്ങനെയൊക്കെ ആണെങ്കിൽ ഇവിടെ ഒച്ച ഉണ്ടാകണ ദേവി. അപ്പൊ ഞാനിങ്ങനെ ഇവളിനി ഇരുന്നിട്ട് ഇങ്ങനെയൊക്കെ ചുമ്മാ ഇങ്ങനെ ഇരുന്ന് പൊളിക്കുവാണോ, ഇങ്ങനെയൊക്കെയാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പൊ ഇവിടെ ഇറങ്ങി വന്നിട്ട് അങ്ങനെ ഞാൻ ഇരുന്നാ കുളിക്ക എന്നിട്ട് ആ ഒച്ച കണ്ടോ ഞാൻ പറഞ്ഞില്ലേ. അപ്പൊ ഞാനപ്പോ ഇങ്ങനെ എന്റെ മനസ്സിലിങ്ങനെ വിചാരിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ കുറച്ച് ദിവസമൊക്കെ ഇങ്ങനെ കഴിഞ്ഞ് പൊന്നുവിന്റെ മുടി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ചട്ടിപ്പത്തിരി പോലെ പരത്തിയിട്ട് ഇങ്ങനെ പിന്നിക്കെട്ടി എണ്ണ കൊണ്ട് ഇങ്ങനെ മെഴുകി പിരിയൊക്കെ ഇങ്ങനെ വേറെ ഒരു പൊന്നുവേ അല്ല. സത്യത്തില് നമുക്ക് ഭയങ്കര ഒരു എന്താ പറയാ ട്രാൻസ്ഫോർമേഷൻ, ഒരു കംപ്ലീറ്റ് ഒരു സ്പിരിച്വലി, ഇമോഷണലി, മെന്റലി, ഫിസിക്കലി ഒക്കെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ എന്താ പറയുക ശരിക്കും ഒരു പുനർജന്മം. എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. കാരണം എനിക്ക് പഴയ പൊന്നുവിനെ എനിക്കിഷ്ടമല്ല. എന്ന് വെച്ചാൽ പഴയ പൊന്നു മിണ്ടത്തില്ല എല്ലാത്തിലും. എന്നുവെച്ചാൽ നമ്മുടെ മനസ്സിലെ വിഷമം നമ്മുടെ മുഖത്തേക്ക് റിഫ്ലക്ട് ചെയ്യും ശരിക്കുമല്ലോ. അതേപോലെയായിരുന്നു പൊന്നു. അപ്പൊ ഒരു വിഷാദം മുഖം, മുടിയൊക്കെ അങ്ങനെ പരത്തി ഇങ്ങനെ ഭയങ്കര ഇങ്ങനെ ഒതുങ്ങി കൂടി ഇങ്ങനെ ജീവിക്കുന്ന ഒരു കൊച്ചട്ടോ.
നടക്കുന്ന പോലും ഭൂമിദേവി അറിയരുതെന്നൊക്കെ പറയത്തില്ല. അതേപോലെ ശരിക്കും പൊന്നു അങ്ങനെ. ഞാനൊക്കെ എന്ന് വെച്ചാൽ ഇങ്ങനെ തൊള്ളച്ചാറ് ഇപ്പത്തെ അല്ല അപ്പത്തെ പൊന്നോ. അപ്പൊ പൊന്നു നോക്കുമ്പോ ഞാൻ അപ്പേ മമ്മേ ഞാനിങ്ങനെ ഭയങ്കര ഓപ്പൺ ആയിട്ട് വളരെ ഫ്രീഡത്തോടു കൂടി വളരെ ഇൻഡിപെൻഡന്റ് ആയിട്ട് ഇങ്ങനെ ഭയങ്കര ഇതായിട്ട് നടക്കുന്നു. അപ്പൊ ഇവള് ഇങ്ങനെയൊക്കെ പെൺപിള്ളേർക്കൊക്കെ പറ്റുമോ? അപ്പൊ ഇവക്ക് ഭയങ്കര അത്ഭുതം എന്നെ കാണുമ്പോ. അയ്യോ കുഞ്ഞേച്ചി ഇങ്ങനെയൊക്കെ ഇങ്ങനെ കുഞ്ഞേച്ചി എത്ര ഇതായിട്ടോ എന്തൊരു ഹാപ്പി ആയിട്ടോ ഇങ്ങനെ സംസാരിക്കുന്നത് ഇങ്ങനെ കേട്ടോ. അപ്പം കുറച്ചൊക്കെ കഴിഞ്ഞപ്പോ പൊന്നൂനൊരു ഹെയർ ട്രാൻസ്ഫോർമേഷൻ ഒക്കെ ചെയ്തു. നല്ല അടിപൊളിയായിട്ട് ഹെയർ കട്ടൊക്കെ ചെയ്തു. ഞാനാട്ടോ ഞാനാണ് കൊണ്ടുപോയതും മുടി വെട്ടിച്ചതൊക്കെ. അങ്ങനെ കൊച്ചു നല്ല അടിപൊളിയായി. കൊച്ചു പിന്നെ പുരികൊക്കെ ത്രെഡ് ചെയ്ത് പിന്നെ ഫുള്ള് ഡ്രസ്സിന്റെ സ്റ്റൈലേ മൊത്തത്തിൽ മാറി. അപ്പൊ എന്റെ കുഞ്ഞു എന്റെ ഫ്രോക്സ് ഉണ്ടായിരുന്നു. ഫ്രോക്ക് എന്ന് പറയുമ്പോൾ മുട്ടിന്റെ അത്രയുള്ള ഇറക്കമുള്ള. അപ്പൊ ഇവിടെ അങ്ങനത്തെ ഒന്നും ഇടത്തില്ല, മുട്ടിന്റെ താഴേക്ക് കാണത്തില്ലായിരുന്നു. അങ്ങനെയാണ് പൊന്നിന്റെ ഡ്രസ്സിന്റെ ട്രാൻസ്ഫോർമേഷൻ ഒക്കെ തുടങ്ങുന്നത്. കുലസ്ത്രീ ആയിരുന്നു പൊന്നോ. അങ്ങനെ ആദ്യം ഫ്രോക്ക് ഇട്ട് തുടങ്ങി. പിന്നെ നമ്മൾ ഡ്രസ്സിന്റെ ഇറക്കം കുറച്ച് മീൻസ് സ്ലീവ്ലെസ് ഇടത്തില്ല. അങ്ങനെയൊക്കെ കുറെ ഉണ്ടായിരുന്നു. ഇപ്പൊ ഇവിടെ വന്നപ്പോ ഇപ്പൊ ഷോർട്സ് ഇടും. അങ്ങനെ വാട്ട് ഷീ ലവ്സ് ഫ്രം ഹെർ ഹാർട്ട് അവളിപ്പം ആപ്ലിക്കബിൾ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അവള് ഭയങ്കര ഹാപ്പിയാണെന്ന് എനിക്ക് പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അവൾ ഏറ്റവും സെക്യൂർ ആയിട്ടുള്ള, ഞങ്ങൾക്ക് ഈ ലോകത്തിലെ ഏറ്റവും ഭദ്രമായിട്ട് ഏറ്റവും സന്തോഷമായിട്ട് ഇരിക്കുന്നിടത്താണ് ഈശോ ഞങ്ങളെ എത്തിച്ചിട്ടുള്ളത്. ഈ ഒരു വീട്ടിൽ, ഞങ്ങളുടെ പപ്പയുടെയും മമ്മിയുടെ അടുത്ത് ഞങ്ങളുടെ ഈ ഒരു വീട്ടില് പുറത്തുനിന്ന് കാണുന്നവർക്കൊക്കെ ഓടിട്ട ഒരു വീട് എന്ന് തോന്നുന്നു. പക്ഷെ ഇതിന്റെ ഉള്ളിൽ ഞങ്ങളുടെ ഒരു ഹെവനാണ്. ഇവിടെ ഞങ്ങൾ മാത്രമല്ല, ഞങ്ങൾ 2 പേരല്ല മക്കള്, ഞങ്ങളൊരു 5-6 പേരുണ്ട് ടോട്ടൽ. അവള് ഭയങ്കര കോൺഫിഡന്റ് ആയിട്ട് സംസാരിക്കാൻ, പിന്നെ സ്വന്തം ട്രാവൽ ചെയ്യാൻ. പൊന്നൂന് ഭയങ്കര പേടിയൊക്കെ ആയിരുന്നു. ഒറ്റയ്ക്ക് യാത്ര ചെയ്യാനോ, ഇല്ലെങ്കിൽ ഇരുട്ട് ഭയങ്കര പേടി. രാത്രിക്ക് കിടക്കുമ്പോ ഫുള്ള് ലൈറ്റ് ഒക്കെ തെളിച്ചിട്ടൊക്കെയാ. കരണ്ട് പോകുമ്പോഴത്തേക്ക് ഇവിടെ നിലവിളിയായിരിക്കും. കരണ്ട് വെട്ടം പേടി. അത് നമുക്ക് മീൻസ് നമ്മുടെയൊക്കെ എന്തെങ്കിലും ഒരു പെയിൻ ഒക്കെ ഉണ്ടാവൂലോ. അപ്പം ഇപ്പം she started loving herself and she is enjoying her life at the utmost. She is so happy and I'm proud of her. എൻ്റെ ചക്കര കുട്ടിയാണ്, എൻ്റെ മുത്താണ്. അപ്പം ഈ 6 വർഷത്തിനെങ്കിലും അടിപൊളിയായിട്ടായിരിക്കണം ഇനിയുള്ള വരും വർഷങ്ങൾ നമ്മൾ ജീവിക്കാൻ പോകുന്നത് അല്ലെ. താങ്ക് യു ജീസസ്, താങ്ക് യു പൊന്നൂനെ തന്നതിന്, പൊന്നൂന് ഇവിടെ എത്തിച്ചതിന് ഒത്തിരി താങ്ക് യു. എനിക്ക് സാമ്പുവിനെ കിട്ടിയതില്ലോ. വിണ്ണിൻ രാജകന്യ ധന്യാമി ലോകമാതാ നന്ദി എൻ ദൈവമേ, നന്ദി എന്നീശുപരാ. സാമ്പോയിനെയൊക്കെ ഞങ്ങൾ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഞങ്ങളുടെ വെച്ച് ഭയങ്കര സന്തോഷമായിട്ട് അടിപൊളിയായിട്ടിരിക്കുകയാണ്. ഞങ്ങളുടെ ഞങ്ങൾക്കൊരു സിനിമ കാണണോ, ഞങ്ങൾ പോയി സിനിമ കാണും. ഞങ്ങൾക്ക് ഷോപ്പിങ്ങിന് പോകണോ, ഞങ്ങൾ ഷോപ്പിങ്ങിന് പോവും. ഞങ്ങൾക്ക് ഒരു പുതിയ ഫുഡ് കഴിക്കാൻ തോന്നുമോ, ഞങ്ങൾ ഫുഡ് കഴിക്കും. പൊന്നിപ്പോ എന്തെങ്കിലും കഴിക്കാൻ തോന്നിയ പൊന്നെ വിളിച്ചു പറയും, കുഞ്ഞിച്ചി എനിക്ക് ഞങ്ങൾക്ക് എന്തെങ്കിലും ചിലർക്കൊണ്ടല്ലോ എന്റെ പൊന്നെ, അതൊക്കെ എനിക്ക് ഓർക്കാൻ വയ്യ. ഞാനും പൊന്നും കൂടി ഒരു പോക്കം എടുക്കും. കൊച്ചൊക്കെ ഇവിടെ നിൽക്കും. ഞാൻ വന്ന പാടുണ്ടല്ലോ കൂട്ടുകാരെ, ഞാന് ഫുൾ പറ്റ കിടപ്പായിരുന്നു. എനിക്ക് തന്നെ എണീച്ചിരിക്കാൻ ഒന്നും പറ്റില്ല. അപ്പോൾ ഉണ്ടല്ലോ ഒരു വീട്ടിലേക്ക് കയറി വരുമ്പോൾ എല്ലാവരും എന്താ ചിരിക്കുക, ഓ ഈ പെണ്ണിന് ആരോഗ്യമില്ല, സുഖമില്ല, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറയും. എനിക്ക് തന്നെ എണീച്ച് ബാത്റൂമിൽ യൂസ് ചെയ്യാൻ പോലും പറ്റില്ലായിരുന്നു കേട്ടോ. എൻ്റെ മമ്മിയും കുഞ്ഞേച്ചിയായിരുന്നു കേട്ടോ എന്നെ കുളിപ്പിച്ചുകൊണ്ടിരുന്നതും, എനിക്ക് ഫുഡ് വാരി തന്നത്, കുളിപ്പിച്ചത്, അങ്ങനെ ഇങ്ങനെ. ഇവിടെ ഉണ്ടായിരുന്നില്ലാത്ത സമയം, കൊച്ചിയിലൊക്കെ നിൽക്കുന്ന സമയത്തായിരുന്നു കേട്ടോ. അപ്പോൾ ഫുള്ള് എന്നെ ടേക്ക് കെയർ ചെയ്ത് എന്താ പറയുക, എൻ്റെ ഒരു കുഞ്ഞു മാവ എങ്ങനെയാണ്, എനിക്ക് കൈയൊന്നും പൊക്കാൻ പോലും പറ്റില്ലായിരുന്നു. ഒരു അടപ്പിൽ വെള്ളമൊക്കെ കുടിക്കുന്ന ഒരു അവസ്ഥ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായി. ആ ഒരു സമയത്തൊക്കെ മമ്മി, പപ്പ, കുഞ്ഞേച്ചി, അളിയൻ,
അളിയനും എല്ലാവരും ഭയങ്കര 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 വലിയ സ്ഥാനമുണ്ട് എൻ്റെ മനസ്സിൽ. ഇച്ച ഉണ്ടോ കേട്ടോ, ഇച്ചൻ്റെ ഇച്ചനെ പോലും ഒരു ഭർത്താവിനെ എനിക്ക് കിട്ടിയില്ലായിരുന്നു. എനിക്ക് വേറെ ഒന്നും കിട്ടില്ല. എന്നുവെച്ചാല് ഞാൻ ആകെ മാറിയതിന് കാരണം ഇച്ചേട്ടോ. എനിക്ക് എന്താണോ തോന്നുന്നത് അതുപോലെ ജീവിക്കുക എന്നുള്ളതാണ് സംഭവത്തിന്റെ എന്താ നിഘണ്ടു. അല്ലാണ്ട് ഇച്ചയ്ക്ക് ഇഷ്ടമല്ല, അല്ല നീ അവിടെ പോകരുത്, നീ ഇവിടെ ചെയ്യരുത്, നീ അത് ചെയ്യരുത്, ഇങ്ങനെ ചിരിക്കരുത്. സംഭവത്തിന്റെ കൂടെ ഞാൻ ശരിക്കും 10 വർഷമായിട്ടോ സംഭവം എൻ്റെ ജീവിതത്തിലേക്ക് വന്നിട്ട് ഇത്ര നാളായിട്ടുണ്ടല്ലോ എന്നെ വിഷമിപ്പിച്ചിട്ടില്ല കേട്ടോ. വേണ്ടാത്ത ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ വാശി പിടിക്കുകയോ വിഷമിപ്പിക്കുകയോ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. എനിക്കിഷ്ടമല്ല, എനിക്കിഷ്ടമുണ്ട് അതാണല്ലേ. പിന്നെ സംഭവിക്കും ഞാൻ അങ്ങനെ ജോലിക്ക് കഷ്ടപ്പെടുന്നൊന്നും ഇഷ്ടമല്ല. ഞാൻ ഇങ്ങനെ ഇവിടെ ഇവിടെ ഉറങ്ങ അങ്ങനെ കഴിയട്ടോ. ജോലിക്ക് അതൊക്കെ പറയുമ്പോഴത്തേക്ക് എന്താലേ അല്ലേ. നീ ജോലിക്ക് വന്നു, നീ എന്തിനാ ജോലിക്ക് വന്നൊക്കെ കഷ്ടപ്പാടല്ലേ മീൻസ് ഇവള് ഹാപ്പി ആയിട്ട് ഒരു 9 to 5 ജോലിക്ക് പോവാണ്ട് അവളുടേതായ ഒരു സ്വന്തം കാലിൽ നിന്നിട്ട് അവൾ ഏറ്റവും സന്തോഷമായിരിക്കണം, അത്രേ ഉള്ളൂ. അവനൊരു പ്യുവർ ജെമ്മാണ്, ജെം. എന്റെ ആങ്ങളെയോണ്ട് ഞാൻ പറയല്ല, ഹീസ് സച്ച് എ ജെം. ഞാൻ വളർത്തിയോണ്ട് പറയാനില്ല. അങ്ങനെ ഒരു ആൺകുട്ടീനെ കിട്ടിയതില് ഞാൻ ഭയങ്കര നിങ്ങളോട് മമ്മീനോട് വലിയ കടപ്പാട്ടിരിക്കുന്നു. മമ്മി വളർത്തിയ നല്ലൊരു ചേച്ചി വളർത്തിയ നല്ലൊരു മോനാണ് എനിക്ക് തന്നതില്ല നിങ്ങളോട് രണ്ടുപേരോടും. പിന്നെ പപ്പേനൊക്കെ അയ്യോ പപ്പ വളർത്തിയ എല്ലാവരും വളർത്തിട്ടോ. ഒരു പെൺകുട്ടീനെ സംബന്ധിച്ച് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാലമാണ് അവളുടെ പ്രഗ്നൻസി ടൈം. ഞാൻ പ്രഗ്നൻ്റ് ആയി എൻ്റെ കുഞ്ഞ് 4 മാസം ആകും വരെ വേറെ ഒരാൾ, എനിക്കത് പറയുമ്പോൾ ഭയങ്കര അഭിമാനമായിട്ടോ, വേറെ ഒരാൾ എനിക്ക് വേണമെന്ന് തോന്നിയിട്ടില്ല കേട്ടോ. കാരണം എന്ന് വെച്ചാൽ ഇച്ചെന്നെ അങ്ങനെ പൊന്നു പോലെ എന്ന് പറഞ്ഞാൽ അങ്ങനെ നോക്കിട്ടോ. ഇച്ചി ഒരു ഡ്യൂട്ടിക്ക് പോലും പോവാണ്ടിരുന്ന നിങ്ങൾക്ക് അത് ഇവരുടെ ചാനലില് കറക്റ്റ് ആയിട്ട് അറിയാം. ആ സമയത്താണ് ഇവരുടെ ക്യാരവാൻ ലൈഫ് ഒക്കെ. അതെ, സ്കൈ ഉണ്ടായ സമയത്തൊക്കെ നമ്മള് ഏറ്റവും കൂടുതൽ ഹാപ്പി ആയിട്ടിരിക്കുക നമ്മുടെ ഭർത്താവ്, നമ്മുടെ പാർട്ട്ണർ നമ്മുടെ കൂടെ ഉള്ളപ്പോഴാണ്. എന്റെ ഡെലിവറി അത്രയും സന്തോഷവും സമാധാനമായിട്ട് ഞാൻ ഒരു പേടിയില്ലാണ്ടാണ് സ്കൈനെ ഞാൻ ഡെലിവറി ചെയ്തിട്ടോ. ഭയങ്കര എല്ലാവരും വിചാരിക്കും ഇങ്ങനെ കണ്ണു കരുതട്ടോ കൊച്ചു. അതേപോലെ തന്നെ കേട്ടോ കൂട്ടുകാരെ, എനിക്ക് സ്കൈനെ കിട്ടിയത് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഒരു പെൺകുഞ്ഞിനെ കിട്ടണം എന്നും ഒരു പെൺകുഞ്ഞിനെ വളർത്തണം പോലെ അറിഞ്ഞെനിക്കൊരു മോനെയും ഒരു മോളെയും തന്നു കേട്ടോ. തമ്പുരാൻ ഇല്ല ചോദിക്കരുത്. നാളെ വാലന്റൈൻസ് ഡേ ഉണ്ടെന്ന് ഞങ്ങളുടെ റിസപ്ഷൻ. നാളെ അടുത്ത ആനിവേഴ്സറി ആയിട്ട് നമ്മൾ അടുത്ത വീഡിയോ ബൈ ബൈ സീ യു ടാറ്റാ റോമി. റിസപ്ഷൻ ഏറ്റവും വളരെ സോളിൽ നിന്നും സിൻസിയർ ആയിട്ട് ഒത്തിരി ഇഷ്ടത്തോടെ സ്നേഹിക്കുന്ന എല്ലാ പ്രണയിനികൾക്കും എൻ്റെ വക ഹാപ്പി വാലന്റൈൻസ് ഡേ. ഞങ്ങളുടെ വക ഹാപ്പി വാലന്റൈൻസ് ഡേ. അപ്പൊ ഒരു പെർഫെക്റ്റ് വാലന്റൈൻ കപ്പിൾസിന് വിഷ് ദം ഹാപ്പി വാലന്റൈൻസ് ഡേ. എനിക്കും കൂടെ വിഷ് ചെയ്യാം. അപ്പൊ ചാച്ച ബൈ. ഞാൻ പോയിട്ട് എന്റെ കോലം മാറ്റട്ടെ. എന്തൊരു ഇത് ഓക്കേ.